വെൽക്കം ബാക്ക്. ഇന്നലെ ഞാനൊരു പടം കണ്ടു, നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പടത്തില് നമ്മൾ ഇന്റർവെല്ലിന് ശേഷം ഗോഡ്സ് മോഡ് ഓൺ എന്നൊരു തലക്കെട്ട് വന്നു. ഞാനാണെങ്കിൽ എന്ത് കണ്ടന്റ് ഇനി ചെയ്യുന്ന ആലോചിച്ച് നടക്കുകയായിരുന്നു. നമുക്കൊരിക്കലും ഒരു ഗോഡ് ആവാനൊന്നും ഒരു മനുഷ്യന് കഴിയില്ല. പക്ഷെ നമുക്കൊരു സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ പരിധിയിൽ അപ്പുറം നമുക്ക് പറ്റുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയുള്ള ഒരു സീരീസ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു സ്കില്ല്. നിങ്ങളൊരു ഫൈറ്റർ ആവണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ ബോഡി എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് എന്റെ കൂടെ ട്രെയിൻ ചെയ്യാം. ഇത് വാക്കുകൊണ്ട് പറയുന്നത് പോലെയല്ല, ചെയ്തു നോക്കുമ്പോൾ അതിന്റെ കഷ്ടപ്പാട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് എന്ത് പറ്റുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് എന്ത് പറ്റുന്നു നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ജമ്പിങ് ജാക്സ്, ഒരു സിംഗിൾ വർക്കൗട്ട്. പക്ഷെ ഒരു 2000 അല്ലെങ്കിൽ ഒരു 3000 കൊണ്ട് ലോങ് ആയിട്ട് ഒരു കൗണ്ട് വെച്ചിട്ട് അത് എത്ര സമയം കൊണ്ട്, ഹാഫ് ആൻ അവറെ നമ്മൾ ഒരു ഡേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുള്ളൂ. ആ ഹാഫ് ആൻ അവറിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ പീക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക. ഞാൻ അമേസ്ഫിറ്റിന്റെ ആക്റ്റീവ് 2 എന്നൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്. എന്റെ പൾസ് റേറ്റ് എത്രത്തോളം ഹൈ ആവും, ഏത് റെഡ് സോൺ എല്ലിലേക്ക് ഞാൻ എത്ര തവണ നിൽക്കുന്നുണ്ട്, അനൈറോബിക്കിൽ ഞാൻ എത്ര നിൽക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റയും ഞാൻ ഇതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വരുന്ന ഘട്ടങ്ങളിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഫ്രീ ട്രെയിനിങ് ആണ് എടുക്കുന്നത്. റൗണ്ട് ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ പൾസ് റേറ്റ് എന്ന് പറയുന്നത് 1670, അതായത് ഓറഞ്ച് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. അനൈറോബിക്കിലേക്ക് ഞാൻ കയറി. ഞാൻ എന്റെ പൾസിനെ പുഷ് ചെയ്തു. 2 മിനിറ്റ് തയ്ച്ചെടുത്തിട്ടില്ല. 200 കൗണ്ട് എടുക്കാം. എളുപ്പമാണ്. ഒരു 3000 കൗണ്ട് എന്നൊക്കെ പറയുന്നത് എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്.
Again 200 count. 3 into 45 സെക്കൻഡ് ടോട്ടൽ 400 കൗണ്ട്. റെഡ് സോൺ എത്തി, ജസ്റ്റ് മിസ് ചെയ്ത്. എൻ്റെ ഇതേ ഫിറ്റ്നസ് ലെവൽ ആയിരിക്കണമെന്നില്ല നിങ്ങളെല്ലാവർക്കും. എന്തിന് ജമ്പിങ് ജാക്സിൽ സ്റ്റാർട്ട് ചെയ്തു? നിങ്ങൾക്കൊരു ഔട്ട്ഡോർ ഫൈറ്റ് അല്ലെങ്കിൽ പഞ്ച് ആൻഡ് ബാക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ഏത് ഫൈറ്റ് ജയിക്കണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, പഞ്ച് ആൻഡ് ബാക്ക്. അവസരം നോക്കിയിരിക്കുക. ലെഗ് മെയിൻ. വിചാരിക്കും പോലെയല്ല, എളുപ്പമല്ല. Again 200 down, red zone, complete 181. കുറച്ച് വെള്ളം കുടിക്കുക. കാലൊക്കെ മസിൽ പിടിക്കാൻ തുടങ്ങിയിട്ട് തൊണ്ട വെള്ളാകാൻ തുടങ്ങിയിട്ട് ഈ കൗണ്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ടോട്ടല് നമ്മള് 600 കൗണ്ട് ഫിനിഷ് ചെയ്ത്. നമ്മൾ ആദ്യം പറഞ്ഞ 2000 മുതൽ 3000 കൗണ്ട് നമുക്ക് നോക്കാം എത്ര വരെ പോകുന്നുള്ളത്. 6 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അരമണിക്കൂറിന്റെ സെക്ഷൻ.
again 200 count. 190 ബോഡി അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. നോർമലാണ്. മുകളിലേക്ക് ഒരുപാട് പുഷ് ആയിട്ടില്ല. 190 തന്നെ. ഞാൻ വിചാരിച്ചു ഞാൻ ഡൗൺ ഇല്ല. വേണമെന്ന് വെച്ചാൽ ഒന്നത് പുഷ് ചെയ്യാം. 800 കൗണ്ട് ആകെ 8 മിനിറ്റ് 48 സെക്കൻഡ്. 9 മിനിറ്റിനുള്ളിൽ സുഖമായിട്ട് 800 കൗണ്ട്. വേണമെന്ന് വെച്ചാൽ 9 മിനിറ്റ് കൊണ്ട് 1000 കൗണ്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇതുവരെ എന്നെ പുഷ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് എന്തോരം പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് വേഗത്തിൽ ചെയ്യാതെ. നമ്മൾ നോക്കുന്നത് ഹാഫ് ആൻ അവർ. എങ്ങനെ ബോഡീനെ പവർഫുള്ളായി കണ്ടീഷൻ ചെയ്യാം. ആയിരം കൗണ്ട് കഴിഞ്ഞ് 10 മിനിറ്റ് 87. ഒന്നുകൂടെ ബെറ്ററാണ്. 174 180 നേരത്തെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബെറ്റർ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ചെയ്യാൻ പറ്റുമോ. ഇവിടെ ജിമ്മില് 200 കൗണ്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും പലരും എന്താണ് എന്നെ കൊണ്ട് വയ്യ, ഇത്രയൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമാണ് 11 മിനിറ്റ്. ഇതൊരു സിംഗിൾ വാമപ്പ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇനി ഇന്റൻസീവായിട്ട് വെയിറ്റ് ട്രെയിനിങ് എടുക്കാം. ഇങ്ങനത്തെ ഒരു 1000 കൗണ്ടിന്റെ 10 റൗണ്ടും കൂടെ എനിക്ക് പോകാൻ പറ്റുന്ന ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോ എന്ത് കണ്ടിട്ടാണ് ഈ നിങ്ങളെല്ലാവരും ഈ പറയുന്നത്? ശരി, എല്ലാവരും പറയുന്നില്ല. ഈ 100 കൗണ്ട് 200 കൗണ്ട് എന്നൊക്കെ വലിയൊരു സംഭവമായിട്ട്. ശരിയാണ്, പലരുടെയും ഫിറ്റ്നസ് ലെവല് ഡിഫറെന്റ് ആണ്. പക്ഷെ ഈ ഫിറ്റ്നസ് ലെവൽ എനിക്ക് വർക്കൗട്ട് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അല്ലാണ്ട് എനിക്ക് ആരും വെറുതെ തന്നൊന്നുമല്ല. ഒരു 100 എണ്ണം കൂടെ കഴിഞ്ഞു. എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോ, ഹൈറ്റ് 173. അതിൽ ഞാൻ ഇത്രയും മസ്കുലർ മാസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 1200 കൗണ്ടായ
1200 കൗണ്ട് വയറൊക്കെ പിടിക്കാൻ തുടങ്ങി. കാഫ് നമ്മുടെ ടോയും അതാണ് വല്ലാത്തൊരു മെനക്കേട്. എന്താ പൊന്നെ, നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് കാഫ് എന്ന് അറിയുന്നത്. കാഫിനെ ട്രെയിൻ ചെയ്ത ഒരുവിധപ്പെട്ട നിങ്ങളുടെ ലോവർ ബോഡി പെയിനുകളെല്ലാം കുറയാനുള്ളൊരു കാരണമാവും. കാഫ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഹാർട്ടിൽ നിന്ന് ലോവർ ബോഡിയിലേക്ക് പോകുന്ന ബ്ലഡിനെ തിരിച്ച് പമ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളും നമ്മൾ ലൈറ്റായിട്ട് വാക്ക് ചെയ്യുന്ന മൂവ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നാണ് കാഫ് തിരിച്ച് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ കാഫിന്റെ ഹെൽത്ത് നന്നായി കൊണ്ടുവരുന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട്. കൊണ്ട് 1300 കൗണ്ട് കഴിഞ്ഞാൽ പൾസ് 160. ബോഡി അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. Again 100 count. ചില വേരിയേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ 110 കൗണ്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. നല്ല വേണ്ടിയില്ല. അപ്പൊ എത്രയായി? 1400 കൗണ്ട്. 600 കൗണ്ട് കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2000 കൗണ്ടായി. നമ്മള് അരമണിക്കൂറാണ് പറഞ്ഞത്. ഏകദേശം 16 മിനിറ്റും 32 സെക്കൻഡും. 6 പാക്ക് ആപ്സിനൊക്കെ വർക്കൗട്ട് ചെയ്തത് വളരെ കുറവാണ്. കൂടുതൽ ഞാൻ ലൈഫിൽ എടുത്തിരിക്കുന്നത് പുഷപ്പ്, പുള്ളപ്പ്, ഇതാണ് മെയിൻ വർക്കൗട്ട്. അതിനാണ് എൻ്റെ ഒട്ടുമിക്ക ബോഡി സ്ട്രക്ചറും ശരിയായത്. കാരണം അന്നത്തെ കാലത്ത് ജിമ്മിൽ പോകാനുള്ളൊരു സാഹചര്യമില്ല, പൈസ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുക്കാം. ഓക്കെ, 1400 കൗണ്ട്. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കണ്ട. 1800 കൗണ്ടായി. 163 പൾസ് നോർമലാ. പുഷ് ചെയ്യുന്നത്.
1700 കൗണ്ട്, പൾസ് 177, 180, 180. ഒന്ന് ലൈറ്റായിട്ട് ഫസ്റ്റ് എടുക്കാം. 220 നിങ്ങൾ ഏജ് കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള പൾസ് ലിമിറ്റ്. അത് കൂടുതൽ പുഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇടയ്ക്കൊക്കെ ചെയ്യാം, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നമുക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ എന്താ പറയാ, പുഷ് ചെയ്താലും ഒരുപാട് അനേറോബിക്കിലേക്ക്, അതായത് റെഡ് സോൺ എൻഡിലേക്ക് എത്താത്തത്രയും ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അതാണ്. നോർമലായി 164, 20 മിനിറ്റ് ആൻഡ് 28 സെക്കൻഡ്, 267 കലോറി ബേൺ ചെയ്തു. ഓക്കെ, അഗൈൻ നമ്മൾ 1700 കൗണ്ടാണ്. ലാസ്റ്റ് 300 കൗണ്ട്. ഉണ്ടാരെയും കൊണ്ട് 180 പൾസ് 23 മിനിറ്റ്. 23 മിനിറ്റിനുള്ളിൽ 2000 കൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല വാച്ചിൽ അത് കാണുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത്. ടോട്ടൽ 307 കലോറി. ഏകദേശം ഒരു ബിരിയാണി എന്ന് പറയുന്നത് 400 മുതൽ 600 കലോറിയാണ്. ഇത് ഏകദേശം 400 ആവും. ഒന്ന് ബോഡി കൂളാകുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ 312 കലോറിയായി. ഒന്ന് ബോഡി കൂളാകുമ്പോഴത്തേക്കും 400-500 കലോറിയാണ്. ഇത്ര ഞാൻ പുഷ് ചെയ്തിട്ടോ എന്താണ് ഞാൻ ബേൺ ചെയ്തിരിക്കുന്ന കലോറി എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ നിങ്ങളൊക്കെ എത്രത്തോളം പുഷ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബേൺ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ബട്ട് എനിക്ക് ഇനിയും വേണമെങ്കിൽ ലെഗ് വർക്കൗട്ട് ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഹെവി ആയിട്ട് ഞാൻ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഇത് ഇപ്പോഴും എൻ്റെ ഒരു വാം സെറ്റ് മാത്രമായിട്ടുള്ളൂ. ഇത് നോക്കണ്ട, കുറച്ച് വെള്ളം ബോഡിയിൽ നിന്ന് ലോസ് ആവുന്ന, അതല്ലാണ്ട് കാഫ് ഒന്ന് നല്ലോണം എൻഗേജ് ആയി, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും തുടങ്ങിയല്ലേ, ഇനിയുണ്ട് നമുക്കൊരു 6 മിനിറ്റ്. നമുക്ക് എത്ര വരെ പോകും നോക്കാം. ആൻഡ് വൺ മോർ തിങ്, ഇതെന്റെ ലിമിറ്റിനെ ഞാൻ ഒരിക്കലും ഇപ്പോഴും പുഷ് ചെയ്തിട്ടില്ല.
ഇപ്പോഴും ഞാൻ എൻ്റെ സേഫ് സോണിലാണ് ഞാൻ കളിക്കുന്നത്. എന്നിട്ടും എനിക്ക് ഇത്ര പുഷ് ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ ലിമിറ്റിനെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം പറഞ്ഞ പകുതി സമയം കൊണ്ട് എനിക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷെ ഈ എണ്ണുന്നതും ഞാൻ കൗണ്ട് ചെയ്യുന്നതും ഒക്കെ കൂടെ സിങ്ക് ആവുന്നതാ. അതിൻ്റെ ഒരു വിഷയമാണ്. നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇപ്പം ടോട്ടൽ 328 കലോറി, 25 മിനിറ്റ്, 24.5. ഓക്കെ, എഗൈൻ ഒരു 100 റൗണ്ട് ഫിനിഷ് ചെയ്ത് 1 മിനിറ്റ് തയ്ച്ചെടുത്തില്ല, ആകെ 30 സെക്കൻഡ് എടുത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ തട്ടി വീഴുന്ന പരിപാടി. ഇതാണ് പുഷിംഗ് എന്ന് പറയുന്നത്. ഒരു 400 റൗണ്ട് കൂടെ, ഇനി 26 മിനിറ്റ്, ഇനി 4 മിനിറ്റ് ബാക്കിയുണ്ട്. ഗോ. ഏഴ് 100 റൗണ്ട് 26 മിനിറ്റ് 44 സെക്കൻഡ്. ഒരു 300 റൗണ്ടും കൂടെ അല്ലേ, എന്നാലല്ലേ 2500 ആവുക. ഓക്കെ, നോമാൻ യു ഹാവ് 3 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഗോ. ലാസ്റ്റ് വന്നിട്ടാം 27 മിനിറ്റ് 52 സെക്കൻഡ്. തീരുവല്ലേ, തീർക്കണം. വാശിയ 28 3 സെക്കൻഡ് കഴിഞ്ഞ. എണ്ണൂറ് റൗണ്ട് 28 മിനിറ്റ് 43 സെക്കൻഡ്. ലാസ്റ്റ് 1 മിനിറ്റ് 2500 റൗണ്ടിന് 380 കലോറി, 162 കറണ്ട്. ഗോ.
29 മിനിറ്റും 45 സെക്കൻഡും ടോട്ടൽ കലോറി 391. ഇനിയുണ്ട് 29 സംതിങ്. പൾസ് നോക്കൂ, ഒരുപാട് പുഷ് ചെയ്തിട്ടില്ല. അതായത് അറൌണ്ട് 400 സംതിങ് കലോറി 30 മിനിറ്റ് കൊണ്ട് ഞാൻ ബേൺ ചെയ്തു. ബോഡി വെയിറ്റ് വർക്കൗട്ട് മാത്രം, ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് എടുത്തിട്ടില്ല. ഇതൊരു മസിൽ ബിൽഡ് ചെയ്യാനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുവഴി കാഫ് മാത്രം നല്ല രീതിയിൽ ബിൽഡാവും. ബാക്കി ഇതൊരു ഇന്റൻസീവ് കാർഡിയോ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ ഇതിൻ്റെ കൊണ്ടുള്ള മെച്ചം എന്താ? നിങ്ങൾക്ക് പഞ്ച് ആൻഡ് ബാക്ക് അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരാൻ സോവിയറ്റ് സ്റ്റൈൽ ബോക്സിങ്ങില് കാണാൻ നല്ല ഭംഗിയുള്ളതും ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള സ്റ്റൈലാണ് സോവിയറ്റ് സ്റ്റൈൽ. അത് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളെ ലെഗാണ് അവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. പ്ലസ് ഒരു ഹില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റൻസീവ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റി അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളവിടെ സർവൈവ് ചെയ്യും. പറഞ്ഞു വന്നത്, എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജിമ്മിലും പോവാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ എങ്ങനെ ടഫനാക്കാം, മാക്സിമം കിട്ടില്ലനായിട്ട് ഹാർഡാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബിൽഡ് ലൈക്ക് എ ഗോഡ്, സൂപ്പർ ഹ്യൂമൻ. ഗോഡ് അവനായിരുന്നു.